ഇന്നത്തെ എൻ്റെ റെസിപ്പി പപ്പായ കൊണ്ടുള്ള ഒരു കറിയാണ്. നമുക്ക് ചപ്പാത്തീൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, അതുപോലെ ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു കറി തന്നെയാണ്. ഞാൻ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പപ്പായ ഇതേപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തിട്ട് അത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക, ഒന്ന് വാട്ടിയെടുക്കുക. കുറച്ച് നേരം ഒന്ന് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നമുക്ക് വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ചിക്കനൊക്കെ ഇത് കിട്ടാൻ പ്രയാസമുള്ള സമയത്താണ് നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് എന്തായാലും പപ്പായൊക്കെ ഇല്ലാത്ത വീടുകൾ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് പപ്പായ കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു കറിയാണ്. ചിക്കൻ കറി പോലെ ഉണ്ട് എന്നൊന്നും ഞാൻ പറയില്ല. ചിക്കൻ കറിൻ്റെ ഏകദേശം ടേസ്റ്റൊക്കെ ഉണ്ട്. ഞാൻ അത് നന്നായിട്ട് വാട്ടി എടുത്തിട്ടുണ്ട്. അത് ഞാൻ പാത്രത്തിലേക്ക് മാറ്റി. അതുപോലെ ഞാൻ തേങ്ങാക്കൊത്ത്, ഒരു മുറി തേങ്ങാക്കൊത്ത്, ഒരു മുറി ഞാൻ ഇതുപോലെ പൂണ്ടെടുത്തിട്ട് അതിൻ്റെ തേങ്ങ കൊണ്ടാണ് എടുത്തിട്ടുള്ളത്. കൊത്ത് ഞാൻ നന്നായിട്ട് അതിൽ വാട്ടിയെടുത്തിട്ടുണ്ട്. അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും, 2-3 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും അതുപോലെ ഞാനതിൽ ആ എണ്ണയിൽ തന്നെ ഇട്ട് മൂപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അത് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം, ഒരു സ്പൂണോളം പെരിഞ്ജീരകം നമുക്കതിലേക്ക് ഇട്ടിട്ട് അതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് നമുക്ക് അരപ്പിനുള്ളതാണ്. ആ തേങ്ങയും ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ജീരകവും കൂടെ ഇട്ടിട്ടാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. നമുക്ക് കറി ഇങ്ങനെ വെന്ത് വരുമ്പോൾ ആദ്യം ഒരു സ്മെല്ലൊന്നും നല്ല സ്മെല്ലൊന്നും ആയിട്ട് തോന്നില്ലെങ്കിലും ലാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് ടേസ്റ്റ് ചെയ്യുമ്പോൾ കുഴപ്പമില്ലാത്ത ടേസ്റ്റൊക്കെ ഉണ്ട്. നമുക്ക് പെട്ടെന്ന് ആരും ഒന്നും ഇല്ലാത്ത സമയത്തൊക്കെ വെക്കാൻ പറ്റിയ ഒരു കറി എന്ന് പറയാൻ പറ്റുള്ളൂ. ഞാൻ ആ എണ്ണയിലേക്ക് തന്നെ ഒരു സവാള കൊത്തി അരിഞ്ഞിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. എരിവുള്ള മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ടെടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടെടുത്തിട്ടുണ്ട്. എൻ്റെ ക്യാമറ ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതായിട്ട് ശരിക്കും കാണുന്നില്ല. പ്രയാസം ഉണ്ടെങ്കിൽ ക്ഷമിക്കാം. അപ്പം ഞാനതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ. അതിന് പച്ചമണക്ക മുളകിൻ്റെ കുത്തലൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് നന്നായിട്ട് ആ എണ്ണയിൽ കിടന്ന് മൂപ്പിച്ചെടുക്കട്ടെ. നമുക്കതിലേക്ക് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അതും അതേപോലെ ഒന്ന് നന്നായിട്ട് ആ എണ്ണയിൽ കിടന്നത് മൂത്ത് തന്നെ വരെ ആക്കാം. പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് നന്നായിട്ട് ആ പച്ചമണമൊക്കെ മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് നമ്മൾ കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു തക്കാളി, ഒരു വലിയ തക്കാളിയാണ്, അതിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് വഴറ്റുന്നത് നല്ലോണം ഒന്നുകൊണ്ട് അത് വെന്ത് വരണം അതിലേക്ക്. അപ്പം നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനതിൽ കുറച്ച് വെള്ളം, ഒരു 2 സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് വെന്ത് വന്നതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച പപ്പായ ഉണ്ടല്ലോ അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അത് മിക്സ് ചെയ്യാം. ആ മിക്സിയിലെല്ലാം നന്നായിട്ട് കോട്ട് ചെയ്യുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു സ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് ഇറക്കുന്നതിന് മുന്നായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ആ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ, ആ അരപ്പ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അരപ്പിൽ നമ്മൾ മിക്സി ജാറ് കഴുകിയ വെള്ളം കൂടെ ഒന്ന് ചുരട്ടിയിട്ട് അതിൽ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് എത്ര വെള്ളമാണോ വേണ്ടത്. ഇപ്പോൾ പപ്പായ ശരിക്കും കണ്ട് വെന്തിട്ടുണ്ടാവില്ല, ഒരു ഹാഫ് വേവാണ് നമ്മൾ ആദ്യം വേവിച്ചപ്പോൾ ഉണ്ടാവുക. അപ്പോൾ ഒന്നും കൂടെ വെന്ത് കിട്ടാണ്ടാവും. അപ്പോൾ ഈ അരപ്പിൽ കിടന്നിട്ടാണ് ഇനി ബാക്കി വേവേണ്ടത്. അപ്പോൾ ആ അരപ്പിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. അപ്പം അതിലേക്ക് നമ്മൾ 2 പച്ചമുളക് നടുകീറിയിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ ഒന്ന് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക.
അപ്പോൾ ഇങ്ങനെ തിള വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊരു അടുപ്പ് വെച്ച് അടച്ചു കൊടുക്കാം. ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞൊരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞു. ഞാനൊന്ന് അടുപ്പ് തുറന്ന് നോക്കട്ടെ. അടുപ്പ് തുറന്ന് നോക്കി. അപ്പോൾ ഏകദേശം ആയി വന്നിട്ടുണ്ട്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും മസാല ഒക്കെ നല്ല പിടിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചിക്കൻ കറീൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഒറിഗാനോ കൂടെ ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടെ ഒക്കെ ഇടുമ്പോൾ ഈ ഗരം മസാലയും ഒറിഗാനോ ഒക്കെ ഇടുന്ന സമയത്താണ് അത് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. ആദ്യം ഞാനിങ്ങനെ കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് അത്ര ടേസ്റ്റ് ഒന്നും തോന്നിയില്ല. പിന്നെ ഈ ഗരം മസാല ഒറിഗാനോ ഒക്കെ ഇട്ടതിൻ്റെ ശേഷം കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ നല്ലൊരു ടേസ്റ്റ് വന്നത്. ഇതൊക്കെ ഇട്ടപ്പോൾ ഒരു ചിക്കൻ കറീൻ്റെ ഒക്കെ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ വീട്ടിൽ ആരെങ്കിലും പെട്ടെന്നൊക്കെ ഗസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് കൊണ്ടുവന്ന് തരാനൊന്നും ആരും ഇല്ലാത്ത സമയത്തൊക്കെ അങ്ങനെ ഒറ്റപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അടുത്തൊന്നും ഷോപ്പുകളൊന്നും ഇല്ലാത്ത അങ്ങനത്തെവർക്കൊക്കെ പെട്ടെന്നൊരു കറി തട്ടിക്കൂട്ടിൽ ഒരു കറി ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റും. നമ്മൾ കുട്ടികളൊക്കെ കണ്ണിൽ പൊടിയിടാനൊക്കെ വേണ്ടി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു കറി തന്നെയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ട്രൈ ചെയ്ത്